ാത്തൊരവസ്ഥയാണ് ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പോൾ ഞങ്ങളുടെ പരിമിതികൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടാണ് ഈ പറഞ്ഞ പോലെ റെയിൽവേ ഇത് ലാൻഡ്ലെസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, അപ്പോൾ അവരെ കംപ്ലീറ്റ് പുനരധിവസിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഒരു അഡീഷണൽ ബേർഡനായിട്ടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് അതിന് പ്രത്യേക ഒരു ഫണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ അത് വെച്ചാണ് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും ഒരുപാട് ട്രേഡിങ് നടക്കുന്ന ഒരു സ്ഥലമല്ലേ? ഇല്ല, ട്രേഡിംഗ് ഒക്കെ ഇപ്പം അവിടുന്ന് സത്യത്തിൽ പുനലൂർ പണ്ടൊരു വലിയ മാർക്കറ്റായിരുന്നു. പക്ഷെ പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പറ്റിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള അഞ്ചൽ മാർക്കറ്റ്, പത്തനാപുരം മാർക്കറ്റ്, പിന്നെ തെമ്മല, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യും. പണ്ട് എല്ലാവരും പുനലൂരേക്കാണ് വന്നുകൊണ്ടിരുന്നത്. പുനലൂർ വന്നിട്ടാണ് ഇവരുടെ എല്ലാം പർച്ചേസും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവർ കൊല്ലത്ത് പോകുമായിരുന്നു. കൊല്ലത്തിനെക്കാട്ടി എളുപ്പം അവർക്ക് പുനലൂരായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ മാറിക്കൊണ്ട് അടുത്തുള്ള ഇപ്പം പുനലൂരിനെക്കാട്ടിയും ഡെവലപ്പ് ചെയ്താണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ മാർക്കറ്റുകൾ. അവിടെ ഡെവലപ്മെൻറ്റും കൂടുതൽ വന്നു. അതുപോലെ തന്നെ ഈ പിന്നെ പത്തനാപുരം മാർക്കറ്റ്, ഇതെല്ലാം വന്നപ്പോഴേ പുനലൂരിൻ്റെ മാർക്കറ്റുകൾ അവിടുത്തെ പർച്ചേസിങ്ങും ഇങ്ങനെയുള്ള ആ ഒരു എക്കണോമിക് ആക്ടിവിറ്റീസ് കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ചേഞ്ച് വരുത്താൻ വേണ്ടി മുനിസിപ്പാലിറ്റി എന്തെങ്കിലും പദ്ധതികൾ ആലോചിച്ചിട്ടുണ്ടോ? ചേഞ്ച് ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ പുനലൂർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ ഒരു 10 days ഞങ്ങൾ പ്രൊമോഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു പ്രോഗ്രാം ഞങ്ങൾ പുനലൂരിൽ നടത്തി. ഞങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ടിയും ഒക്കെ അവിടത്തേക്ക് അട്രാക്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരുപാട് ഫങ്ഷൻസും പിന്നെ ഒരുപാട് സ്റ്റോൾസും അങ്ങനെയുള്ള ഒരു പുനലൂർ ഫെസ്റ്റിവൽ തന്നെ 10 days ഞങ്ങൾ പുനലൂരിന് വേണ്ടിയിട്ട് നടത്തി. അപ്പോൾ ഈ വർഷവും ഞങ്ങളത് വീണ്ടും ഇത് തീരുന്നതിന് മുമ്പ് ഞങ്ങളൊരു ട്രേഡ് ഫെയറും അങ്ങനെയുള്ള രീതിയിൽ പുനലൂർ ചെയ്യണമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ ഇപ്പോഴും പോകുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയടുത്ത് തന്നെ ആ ചോദ്യം തന്നെ, പുനലൂർ എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത് എന്നുള്ള എന്താണ് പുനലൂർ? ഞങ്ങൾ അത് സയൻറ്റിഫിക്കായിട്ട് സത്യത്തിൽ ഒന്നുകൂടെ സ്റ്റഡി ചെയ്യേണ്ട. ഞങ്ങൾ കഴിഞ്ഞ ഒരു കൗൺസിലിലെ ഒരു മെയിൻ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഞങ്ങൾ ഇത് തന്നെ വെച്ചു. അപ്പോൾ ഇത് ഞങ്ങൾ മരങ്ങൾ അതിൻ്റെ ഒരു ഇതായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഞങ്ങൾ മരങ്ങൾ വീണ്ടും, അതുപോലെ ഞങ്ങളുടെ വിട്ട് കൂടുതലുള്ള റോഡ്സ് കംപ്ലീറ്റ് സൈഡിൽ തണൽ മരങ്ങൾ വയ്ക്കുക. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും സ്കൂളുകളിലും മുനിസിപ്പാലിറ്റിയുടെ സ്ഥാപനങ്ങളിലെല്ലാം മരങ്ങൾ നട്ട് പിടിപ്പിക്കാനുള്ള ഒരു പദ്ധതി മരം പോകുന്നതുകൊണ്ടാണെന്നുള്ള ഒരു തോന്നലുണ്ട്. മരം അതുപോലെ തന്നെ നമ്മുടെ വയലുകൾ നികത്തപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പം തിരുവിതാംകൂറിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം 1ാം സ്ഥാനം പുനലൂരിന് തന്നെ. അടുത്ത കാലത്തൊന്നും ആർക്കും അത് മത്സരിച്ച് ജയിക്കാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം നിങ്ങൾ പാലക്കാട് മത്സരിക്കാൻ നോക്കണ്ട. അത് പാലക്കാടിന് ജയിക്കാൻ പറ്റില്ല. അത് തന്നെ ആയിരിക്കും. കാരണം ഈ മറ്റേ പാലക്കാട് ചുരത്തിലൂടെ അടിച്ചു വരുന്ന കാറ്റ്, കാരണം ആര്യങ്കാവ് ചുരത്തുനിന്ന് എപ്പോഴും കാറ്റടിക്കുന്നുണ്ട്. പക്ഷെ അതിനെ തടഞ്ഞു നിർത്താൻ ഒരു പച്ച ആവരണമായിരുന്നു. ഇപ്പോൾ തെന്മലയിൽ കുറച്ച് കാടുണ്ട്. അതിനിപ്പുറത്ത് തെന്മല തൊട്ട് നിങ്ങളുടെ മുന്നൂർ 19-20 കിലോമീറ്റർ, അതിനിടയിൽ നടന്ന വലിയ മാറ്റങ്ങളാണ് കാരണം. ആര്യങ്കാവ് ഭാഗത്തുനിന്ന് അടിച്ചു വരുന്ന കാറ്റ് തണുപ്പിച്ചിരുന്ന ഒരു ഘടകം പോയി നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നം തന്നെ. അതെ, അപ്പോൾ വലിയൊരു പാരിസ്ഥിതിക മാറ്റം ഈ ഒരു ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ പറയുന്ന ഇപ്പം 42 എത്തിയോ നിങ്ങൾ? ടെമ്പറേച്ചർ 41 ആയുള്ളൂ. പാലക്കാട്ട് 42 നിൽക്കുകയാണ്. അപ്പോൾ പ്രധാന കാരണം അതാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നിർത്താൻ പറ്റില്ല. അത് നിങ്ങളുടെ തൊട്ട് കിഴക്കുള്ള പഞ്ചായത്തുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഹരിതവൽക്കരണത്തിലൂടെ അല്ലാതെ അത് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അതല്ലെങ്കിൽ പുനലൂർ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടും. 15-10 10-7 10-6 പുനലൂർ മുനിസിപ്പാലിറ്റിക്ക് 60-40 അര മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് PLR സ്പേസ് 10 നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. നമ്മളുടെ ഇനിയുള്ള യാത്ര കുന്നംകുളത്തേക്കാണ്. പക്ഷേ അതിനു മുൻപായി ഒരു ചെറിയ ഇടവേള. മഴക്കാലം ഇങ്ങെത്തി, ഒപ്പം മഹാരോഗങ്ങളും. ഇതിന് പരിഹാരമാർഗം ഒന്നേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ വീടുകൾ ശുദ്ധമായി സൂക്ഷിക്കുക. കൊതുക്, ഈച്ച തുടങ്ങിയ രോഗവാഹകരായ ജീവികൾ പെരുകുന്ന സാഹചര്യം ഒഴിവാക്കുക. മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ആരോഗ്യ പ്രവർത്തകരുമായി സഹകരിക്കുക. അത് മഹത്തായ പൗരധർമ്മമാണ്. വീടും പരിസരവും വൃത്തിയാക്കാം, പകർച്ചവ്യാധികൾ ഒഴിവാക്കാം.
മാലിന്യമുക്തമായ ഒരു കേരളം ലക്ഷ്യമെങ്കിൽ വ്യക്തി ശുചിത്വം പോലെ സാമൂഹിക ശുചിത്വവും പാലിക്കണം. മാലിന്യമുക്ത കേരളത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. എന്റെ കേരളം മാലിന്യമുക്തം. തണ്ണീർത്തടങ്ങൾ ഭൂമിയുടെ വൃക്കകളാണ്. മണ്ണിന്റെയും ജലത്തിന്റെയും ശുദ്ധീകരണവും ഫലഭൂഷ്ഠീകരണവും നിർവഹിക്കുന്നത് തണ്ണീർത്തടങ്ങളാണ്. കോൾനിലങ്ങളുടെ നാടായ കുന്നംകുളത്തിന് അതുകൊണ്ട് തന്നെ സുസ്ഥിര ലോക നിർമ്മിതിയിൽ വളരെ വലിയൊരു സ്ഥാനമാണ് വഹിക്കാനുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം കുന്നംകുളം മുനിസിപ്പാലിറ്റിയെ ഈ വേദിയിലേക്ക്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ഡോക്ടർ കെ പി കണ്ണൻ, ഡോക്ടർ ആർ വി ജി മേനോൻ, ശ്രീ ആർ ഹേലി, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ ജി വിജയരാഘവൻ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സുഗതകുമാരി ടീച്ചർ. കുന്നംകുളം മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചെയർമാൻ ശ്രീ പി ജി ജയപ്രകാശ്, കൗൺസിലർ ശ്രീ ടി മുകുന്ദൻ, കൗൺസിലർ ശ്രീ എ എം സുബ്രഹ്മണ്യൻ, കൂടാതെ സെക്രട്ടറി ശ്രീ വി ജെ കുര്യൻ. കുന്നംകുളത്തെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ? കുന്നംകുളം ഒരു പുരാതനമായ കച്ചവട കേന്ദ്രമാണ്. ബുക്ക് ബൈൻഡിങ്ങിനും പ്രിന്റിങ്ങിനും അതുപോലെ തന്നെ കൃഷിക്കും പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് കുന്നംകുളം. വികസന ദൃശ്യങ്ങൾ കണ്ടിട്ട് മടങ്ങിയെത്താം. ഈ നഗരത്തിന്റെ ഏറിയ പങ്കും നാഗരികത തീണ്ടാത്ത ശാന്തമായ പാടങ്ങളാണ്. കുന്നംകുളം മുനിസിപ്പാലിറ്റിയുടെ ഒരു വലിയ സമ്പത്താണ് ഹെക്ടറുകളോളം വരുന്ന വിശാലമായ ഈ കോൾപ്പാടങ്ങൾ. നഗരപ്രദേശമാണെങ്കിലും കാർഷിക പദ്ധതികൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് കുന്നംകുളം. ഓരോ തവണ വിളവ് ലഭിക്കുമ്പോഴും കർഷകർക്ക് വലിയ കോളാണ് കിട്ടുന്നത് എന്നതിൽ നിന്നാണ് കോൾപ്പാടങ്ങൾ എന്ന പേര് വന്നത്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഈ കോൾപ്പാടങ്ങൾ വർഷത്തിലെ 6-7 മാസത്തോളം വെള്ളം കയറിയ നിലയിലായിരിക്കും. അതിനാൽ ഇവിടെ ഒരു പൂ കൃഷിരീതിയാണ് നടത്തിവരുന്നത്. 160 ഹെക്ടറോളം വരുന്ന ഈ കോൾപ്പാടങ്ങൾ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിച്ചിരിക്കുന്ന റാംസാർ സൈറ്റിൽ ഉൾപ്പെട്ട ഒന്നാണ്. ഈ പാടങ്ങളിൽ വെള്ളം കയറിക്കിടക്കുന്ന സമയങ്ങളിൽ ധാരാളം മത്സ്യങ്ങളുണ്ടാകുന്നു. ഇവിടുത്തെ ചെമ്മീനിന്റെയും കാരിയുടെയും കരിമീനിന്റെയും ഒക്കെ രുചി പുറം ലോകത്തോട് പറയാൻ ഭയങ്കര ആവേശമാണ് ഇവിടുത്തുകാർക്ക്. മറ്റു പലയിടങ്ങളിലും അനുഭവപ്പെട്ടിരുന്ന തൊഴിലാളി ദൗർലഭ്യം കുന്നംകുളത്തെയും ഒരുപാട് നാൾ ബാധിച്ചിരുന്നു. അങ്ങനെ അവർക്ക് പ്രിയപ്പെട്ട കോൾപ്പാടങ്ങളിലേക്ക് തരിശുഭൂമി വളർന്നിറങ്ങി തുടങ്ങി. ആ സാഹചര്യത്തിലാണ് യന്ത്രവൽക്കരണത്തെക്കുറിച്ച് മുനിസിപ്പാലിറ്റി അധികൃതർ ആലോചിച്ചത്. ഇന്ന് തമിഴ്നാട് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് യഥാസമയങ്ങളിൽ കൊയ്ത്തുമിതി യന്ത്രങ്ങളും നടീൽ യന്ത്രങ്ങളും മറ്റും എത്തിക്കുന്നതിനുള്ള സംവിധാനം മുനിസിപ്പാലിറ്റി ചെയ്യുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ 100% സബ്സിഡിയിൽ കർഷകർക്ക് മുനിസിപ്പാലിറ്റി നൽകി വരുന്നു. വളത്തിന് 50% സബ്സിഡിയും നൽകുന്നു. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശമായതിനാൽ ജലനിരപ്പ് ക്രമീകരിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ജലനിരപ്പ് ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പേരാണ് പെട്ടിയും പറയും. ഇവിടുത്തെ കുന്നംകുളം മുനിസിപ്പാലിറ്റി കർഷകർക്കായിട്ട് പുതുതായി നൽകാൻ പോകുന്ന പെട്ടിയും പറയുമാണ് ഈ കാണുന്നത്. ഇതിനാവശ്യമായ വൈദ്യുതി പാടശേഖരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ഇലക്ട്രിക് പോസ്റ്റുകളുടെയും ഇലക്ട്രിക് ലൈനുകളുടെയും ചിലവ് പൂർണ്ണമായും മുനിസിപ്പാലിറ്റിയാണ് വഹിക്കുന്നത്. ഈ സന്തോഷം കണ്ടില്ലേ? കോൾപ്പാടങ്ങളിൽ നിന്നും ഈ പ്രാവശ്യം കോള് കിട്ടിയതിന്റെയാണ്. ഇപ്പോൾ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു 10%, 12% ഇത് കൂടുതൽ വിളവ് ഉണ്ടാവും. ഒരു ഹെക്ടറിലെ വിളവ് 4.5 ടണ്ണിൽ നിന്നും 6.5 ടണ്ണോളമാക്കി ഉയർത്താൻ സാധിച്ച തങ്ങളുടെ വലിയ നേട്ടത്തിൽ അഭിമാനിക്കുകയാണിവർ. തങ്ങളുടെ പാടങ്ങളിൽ നോക്കി നെടുവീർപ്പിട്ടിരുന്ന ഓരോ കർഷകനും കതിര് പൊന്നായി വിളയുന്നതിന്റെ നിർവൃതിയിലാണ് ഇപ്പോൾ.
പിന്നെ ഒന്ന് പ്രധാനപ്പെട്ടത് മറ്റേ ഈ ഖരമാലിന്യ സംസ്കരണമാണ്. പാലക്കാട് മുണ്ടൂർ ആസ്ഥാനമായിട്ടുള്ള IRTCയുമായി അഗ്രിമെന്റ് വെച്ച് അവർ അതിന്റെ പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് തൊട്ടടുത്ത